നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തു. വയനാട്ടിലെ 1000 ഏക്കർ എസ്റ്റേറ്റിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പുത്തൂർവയൽ എയർ ക്യാമ്പിലെ ചോദ്യം ചെയ്യലിന് ശേഷം ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. വയനാട് പോലീസിനെ അറിയിക്കാതെയായിരുന്നു കൊച്ചി പോലീസിന്റെ ഓപ്പറേഷൻ. ബോച്ചെ മുൻകൂർ ജാമ്യം നേടാനുള്ള നീക്കം പോലീസ് പൊളിച്ചു. കൊച്ചിയിൽ നിന്ന് എസ് ശരണും വയനാട് നിന്ന് അനീസ് അലിയും ചേരുകയാണ്. ശരൺ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെയും വഹിച്ചുള്ള വാഹനം, പോലീസ് വാഹനം കൊച്ചിയിലേക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ കൊച്ചിയിൽ എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്? എന്തായിരിക്കും അതിനുശേഷമുള്ള പോലീസിന്റെ നടപടികൾ? നൗഫൽ, അതായത് ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് രാവിലെയാണ് വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. അതിനുശേഷം പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. സെൻട്രൽ SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം കസ്റ്റഡിയിലെടുത്ത ശേഷം നേരെ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരുമായിട്ടുള്ള വാഹനവ്യൂഹം, അതായത് പോലീസ് സംഘം അവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നത്. 11:45 കൂടിയാണ് അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ഒരു 6-7 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തേണ്ടതാണ്. ഇനി ഗതാഗത തടസ്സം നേരിട്ടാൽ ഒരുപക്ഷെ രാത്രി 7 മണിക്ക് ശേഷം 7 മണി പിന്നിടാനുള്ള സാഹചര്യവുമുണ്ട്. എന്തായാലും ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് സെൻട്രൽ SIയുടെ നേതൃത്വമുള്ള സംഘമാണ് അവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ACP ജയകുമാർ, സെൻട്രൽ SHO അടക്കമുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കും. അതിൽ പ്രധാനമായും പോലീസ് പരിശോധിക്കുക എന്ത് സാഹചര്യത്തിലാണ് ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിലൊരു അധിക്ഷേപ പരാമർശങ്ങൾ ഹണി റോസിനെതിരെ നടത്തിയെന്നുള്ളതാണ്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ അദ്ദേഹം തനിക്കെതിരെ ഉയർന്ന പരാതികൾ നിഷേധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഹണി റോസിനെ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ല തന്റെ പരാമർശം എന്നുള്ള മൊഴിയാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിനിടെ നൽകിയിരിക്കുന്നത്. അതിനപ്പുറമുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തൽ, അത് വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അതിൽ പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല. അത് എപ്പോഴാണോ ഇവിടെ എത്തിക്കുന്നത് അതനുസരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഒരു പക്ഷേ ഇന്ന് രാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാം, ഇല്ലെങ്കിൽ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കാം. എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം അദ്ദേഹത്തിന് ലഭ്യമല്ല, അദ്ദേഹത്തിന് ലഭിക്കില്ല. അത് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. പിന്നീട് മജിസ്ട്രേറ്റ് ആണ് ജാമ്യം നൽകണോ റിമാൻഡ് ചെയ്യണോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക. ഇന്നലെ വൈകിട്ടാണ് ഹണി റോസിന്റെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട പരാതി എറണാകുളം സെൻട്രൽ പോലീസിന് ലഭിക്കുന്നത്. നേരത്തെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ പേരെടുത്ത് പറയാതെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഹണി റോസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്നലെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇയാൾക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയാണ് സെൻട്രൽ പോലീസിന് നൽകിയിരുന്നത്. പിന്നീട് പരാതി വന്നതിന് ശേഷം അതിവേഗത്തിലുള്ള പോലീസ് നടപടികളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ അതിൻ്റെ നിയമവശങ്ങൾ, ഏതൊക്കെ വകുപ്പുകളാണ് ചേർക്കേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ നടക്കുന്നതിനൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് CA അടക്കമുള്ളവർ കൂടിയാലോചനകൾ നടത്തുന്നു. അതിനുശേഷം സർക്കാർ തലത്തിൽ കൂടിയാലോചന നടത്തുന്നു. അതിനുശേഷമാണ് FIR രജിസ്റ്റർ. അതും വെറും പരാതി ലഭിച്ച് 2 മണിക്കൂറിനുള്ളിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. FIR രജിസ്റ്റർ ചെയ്യുന്നതിനൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂർ എവിടെയാണ് ഉള്ളതെന്ന് കൃത്യമായി തന്നെ പോലീസ് ട്രേസ് ചെയ്തു. അങ്ങനെ വയനാട്ടിലുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് അപ്പോൾ തന്നെ ഇവിടെ നിന്ന് SIയുടെ നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്ന് രാവിലെ കസ്റ്റഡി എന്നുള്ളത് ആ ഒരു നടപടിക്രമങ്ങൾ, ആ നടപടികൾ നമുക്ക് ഇങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഹണി റോസ് അവരുടെ സ്റ്റേറ്റ്മെന്റ് കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവർ നേരത്തെ ഇമെയിൽ മുഖേനയാണ് ഇത്തരത്തിലുള്ള പരാതി സെൻട്രൽ പോലീസിന് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 7 മണിയോടുകൂടി അവിടെ കൊച്ചിയിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും പോലീസിന്റെ മറ്റ് നടപടികളിലേക്ക് കടക്കുക. അനീസ് അലി കൂടി ചേരുകയാണ് വയനാട് നിന്ന്. അനീസ് അലി, വളരെ നാടകീയമായാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കാരണം മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം ബോച്ചയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒളിവിൽ കഴിയാനുള്ള ശ്രമവും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരുന്നു അറസ്റ്റ് നടപടികൾ, കസ്റ്റഡി നടപടികൾ?
നൗഫൽ, ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ബോച്ചെ ഇവിടെ ഉണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് എറണാകുളം സെൻട്രൽ പോലീസ് വളരെ വേഗതയിൽ തന്നെ ഇവിടെ എത്തി. ഇന്നലെ തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം വയനാട്ടിലെ പോലീസിനെ അറിയിക്കാതെയായിരുന്നു നടപടികളെല്ലാം വളരെ രഹസ്യമായി തന്നെ വളരെ ചടുലതയോടുകൂടി മുന്നോട്ട് നീക്കി പോലീസ്. അതിനുശേഷം പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഇവരെത്തിയത് അറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ അവിടെ നിന്ന് അദ്ദേഹം ഉണ്ടായിരുന്ന ബോബ്ചെ 1000 ഏക്കർ എന്ന് പറയുന്ന മേപ്പാടിയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്ന് അദ്ദേഹം എറണാകുളത്തേക്ക് തിരിക്കുകയായിരുന്നു. അതിനിടയിൽ വഴിയിൽ വെച്ചാണ്, അതായത് ഈ 1000 ഏക്കറിൽ വെച്ച് തന്നെയാണ്, പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയതിനിടയിലാണ് വളരെ നാടകീയമായി ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം പിന്നീട് തൊട്ടടുത്തുള്ള, അതായത് മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് വരുന്നതിനിടയിലുള്ള ഒരു സ്ഥലമാണ് പുത്തൂർ വയൽ. അവിടെയുള്ള AR ക്യാമ്പിൽ എത്തിച്ചാണ് അദ്ദേഹത്തെ പ്രാഥമികമായി ചോദ്യം ചെയ്തത്. അതിനുശേഷം ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ ഇപ്പോൾ എറണാകുളത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും ഇതുവരെയുള്ള നടപടികൾ നോക്കിയാൽ വളരെ വേഗതയിൽ ചടുലതയോടുകൂടിയുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു വൈമനസ്യവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമാന്തിക്കലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഏതെങ്കിലും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിയോ മറ്റൊന്നും അതിന് ഒരു തടസ്സമായില്ല എന്ന് കാണാൻ കഴിയും. അതിന് പോലീസിന് ഒരുപക്ഷെ മുകളിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി ലഭിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം പോലീസ് വളരെ വേഗതയിൽ നടപടികളിലേക്ക് കടന്നത്. എന്തായാലും ഇതുവരെയുള്ള നടപടികൾ എന്ന് പറയുന്ന മുൻകൂർ ജാമ്യത്തിന് ബോബി ചെമ്മണ്ണൂർ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ, എന്നറിഞ്ഞപ്പോൾ തന്നെ അത് ഒഴിവാക്കാൻ വളരെ ചടുലമായ നീക്കങ്ങളുമായി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അദ്ദേഹത്തെ, സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചു എന്ന വകുപ്പുകൾ ചേർത്ത് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. വൈകാതെ എറണാകുളത്തെത്തിച്ച് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനും കോടതിയിലെത്തിച്ച് റിമാൻഡിലാക്കാനുമാണ് പോലീസിന്റെ നീക്കം എന്നാണ് നിലവിൽ മനസ്സിലാവുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ വളരെ അതിവേഗ നീക്കത്തിലൂടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്.